KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായും കളക്ടർ. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതെന്ന് മംഗലാപുരം MP നളിൻ കുമാർ കട്ടീൽ. ഭാരതം ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് മോദിയുടെ ഭരണപാടവം കൊണ്ടാണെന്നും നളിൻ കുമാർ കട്ടീൽ. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കലാശക്കൊട്ടിനുള്ള ഒരുക്കത്തിൽ മുന്നണികൾ. 3 പ്രമുഖ മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുന്നത് കാസർഗോഡ് നഗരത്തിൽ. സിവിൽ സർവീസ് റാങ്ക് ജേതാക്കൾക്ക് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്ററിന്റെ അനുമോദനം. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. KP സതീഷ് ചന്ദ്രന്റെ ചരിത്ര വിജയം വിളംബരം ചെയ്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ വനിതാ റോഡ് ഷോ സംഘടിപ്പിച്ചു. 1000-ലധികം സ്ത്രീകൾ അണിനിരന്നു. മഞ്ചേശ്വരത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഉദ്യാവരം റഫ ഹാളിന് സമീപത്ത് താമസിക്കുന്ന പുഷ്പാകരയുടെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. മഞ്ചേശ്വരത്ത് റോഡ് ഷോ നടത്തി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. വോട്ടർമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളിൽ 1 ഹാജരാക്കി വോട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തവണ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും കളക്ടർ KCN ന്യൂസിനോട് പറഞ്ഞു. പോളിംഗ് ബൂത്തിന്റെ 100 മീറ്റർ പരിധിക്കകത്ത് പ്രവേശിക്കുമ്പോൾ വോട്ടർമാർ മൊബൈൽ ഫോൺ കൈവശം വെക്കുവാൻ പാടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പോളിംഗ് ബൂത്തിൽ പ്രത്യേകം ക്യൂ ഉണ്ടാകും. ഭിന്നശേഷിക്കാർക്കാണ് പ്രധാന പരിഗണന. പോളിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്ന വോട്ടർമാർക്ക് പോളിംഗ് ഓഫീസർമാരുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്ത മുറയ്ക്ക് ആർക്കാണോ വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവ VVPAT-ൽ ദൃശ്യമാകും. അതിനുശേഷം വോട്ടർമാർക്ക് പുറത്തു പോകാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മൊത്തം 13,24,387 വോട്ടർമാരുണ്ട്. ഇതിൽ 36,440 പേർ കന്നി വോട്ടർമാരാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മഞ്ചേശ്വരത്താണ്. 2,12,086 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. 682 കേന്ദ്രങ്ങളിലായി 1317 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ സമാധാനപരമായ വോട്ടെടുപ്പിന് വേണ്ട സജ്ജീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. 3 തരത്തിലുള്ള ബൂത്തുകളാണ് ഈ പ്രശ്നഭരിതം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ബൂത്തുകളാണ്. ക്രിട്ടിക്കൽ ബൂത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, 90% പോളിംഗ് നടക്കുന്നതും അതിൽ 75% വോട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ക്രിട്ടിക്കൽ ബൂത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെ 43 ബൂത്തുകൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അത് കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്, തൃക്കരിപ്പൂർ മണ്ഡലത്തിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലുണ്ട്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ സ്പ്രെഡ് കിടക്കുന്ന 43 ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിൽ എങ്ങനെയാണത് അങ്ങനെ വലിയ ശതമാനം വോട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെബ് കാസ്റ്റിംഗ് എന്നൊരു സംവിധാനം എടുക്കുന്നുണ്ട്. വെബ് കാസ്റ്റിംഗ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എൻ്റെ ഒരു കൺട്രോൾ റൂം എടുക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ആ ബൂത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ ഇടപെടേണ്ട സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അങ്ങനെയാണ് 43 ബൂത്തുകളിൽ അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്. 71 പോളിംഗ് ലൊക്കേഷനുകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ 90 പേർ നിരീക്ഷണം നടത്തും. 84 സെക്ടറുകളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെന്ന തരത്തിലാണ് നിയമനം. രാഷ്ട്രീയ കക്ഷികൾ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. 71 പോളിംഗ് ലൊക്കേഷനുകളാണ്. ആ 71 പോളിംഗ് ലൊക്കേഷനിൽ നിരവധി ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളുടെ പരിധിയിൽ കുറേ പേരെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കുറേ ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ഉണ്ട്. 90 ആൾക്കാർ ഐഡൻറ്റിഫൈ ഉണ്ട്. ആ 90 ആൾക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 71 ലൊക്കേഷനിലും മൈക്രോ ഒബ്സർവർമാർ വെച്ചിട്ടുണ്ട്. ആ മൈക്രോ ഒബ്സർവർമാർ അവിടെ നടക്കുന്ന സംഗതികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ അപ്പം തന്നെ ഇടപെട്ട് ഞങ്ങൾ അറിയിക്കുകയും അതിനെതിരെ ശക്തമായ നടപടി ഞങ്ങളിവിടെ കൺട്രോൾ റൂമിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തവണ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത്.
സുരക്ഷയ്ക്കായി 5 കമ്പനി കേന്ദ്രസേന, സായുധ പോലീസ് എന്നിവരെയാണ് കാസർകോട്ട് നിയോഗിച്ചത്. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 5ഓളം കമ്പനി സെൻട്രൽ ഫോഴ്സ് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരെണ്ണം ഓൾറെഡി വന്നിട്ടുണ്ട്. അവരിപ്പോൾ നമ്മുടെ കൺട്രോൾ റൂമുകളൊക്കെ ഗാർഡ് ചെയ്യാണ്. ഇനിയും ഒരു 3-4 കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സെൻട്രൽ ഫോഴ്സിനെയും കൃത്യമായിട്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ 5 ബൂത്തുകളിൽ ഞങ്ങൾക്ക് മാവോയിസ്റ്റിൻ്റെ ഒരു ഭീഷണി ഉണ്ടെന്നുള്ള ഒരു ഭീഷണിയൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ട്, ഞങ്ങൾ പക്ഷേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആംഡ് ആയിട്ടുള്ള പോലീസ്മാനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ആക്ടിവിറ്റി ഞങ്ങൾ സമ്മതിക്കില്ല, ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുവദിക്കില്ല കാസർഗോഡ് ജില്ലയിൽ. ന്യൂസ് ഡെസ്ക് KCN. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതെന്ന് മംഗലാപുരം MP നളിൻ കുമാർ കട്ടീൽ. ഭാരതം ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് മോദിയുടെ ഭരണപാഠവും കൊണ്ടാണെന്നും നളിൻ കുമാർ കട്ടീൽ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ಒಂದನೇದು ವಿವೇಕಾನಂದರು ಕಂಡುಕೊಂಡಿರತಕ್ಕಂಥ ಜಗದ್ವಂದ್ಯ ಭಾರತ, ಸಾಂಸ್ಕೃತಿಕ ಭಾರತದ ಪರಿಕಲ್ಪನೆಗಳನ್ನು ಜಗತ್ತಿಗೆ ತೋರಿಸೋದು. ಭಾರತ ಎಷ್ಟು ಸಮೃದ್ಧ ಅನ್ನುವಂತಹ ಕಲ್ಪನೆಗಳನ್ನು ಆಡಳಿತದಲ್ಲಿ ಜಗತ್ತಿಗೆ ತೋರಿಸುವ ಕೆಲಸವನ್ನು ಮಾಡಿದರು. ಯಾವುದರಲ್ಲಿ ಸಮೃದ್ಧ? ಜ್ಞಾನದ ಬಲದಲ್ಲಿ. ನಾವು ಜ್ಞಾನದ ಸಮೃದ್ಧಿಗಳು. ಹಾಗೆ ಮೊದಲಿಗೆ ಜ್ಞಾನ ಸಮೃದ್ಧವಾಗಿರ್ತಕ್ಕಂಥ ಭಾರತದ ಚಿಂತನೆಗಳನ್ನು ಜಗತ್ತಿಗೆ ತೋರಿಸುವ ಕೆಲಸವನ್ನು ನರೇಂದ್ರ ಮೋದಿ ಮಾಡಿದರು. ಹಾಗಾಗಿ ನಮ್ಮ ಯೋಗ ಇರ್ಬೋದು, ಬಹಳ ಆಧ್ಯಾತ್ಮ ಗುರುಗಳು ಕಂಡುಕೊಂಡಿರ್ತಕ್ಕಂಥ ಯೋಗದ ಮುಖಾಂತರ ಸಿದ್ಧಾಂತ ಏನು ಭಾರತದ್ದಿತ್ತು ಅದನ್ನು ಜಗತ್ತಿಗೆ ಪರಿಚಯಿಸುವ, 153 ರಾಷ್ಟ್ರಗಳಿಗೆ ತೋರಿಸುವ ಕೆಲಸವನ್ನು ನರೇಂದ್ರ ಮೋದಿ ಸರ್ಕಾರ ಮಾಡಿತು. 5 ವರ್ಷದಲ್ಲಿ ಪ್ರಧಾನಮಂತ್ರಿಗಾಗಲಿ, ಪ್ರಧಾನಮಂತ್ರಿಯ ಟೀಮಿಗಾಗಲಿ, ಅದಕ್ಕಿಂತ ವಿಶೇಷ ಪ್ರಧಾನಮಂತ್ರಿ ಆಚರಣೆ ಇರತಕ್ಕಂಥ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಲೋಕಸಭಾ ಸದಸ್ಯರಿಗಾಗಿ ಒಂದೇ ಒಂದು ಭ್ರಷ್ಟಾಚಾರದ ಆರೋಪಗಳನ್ನು ಹಾಕಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. 5 ಲಕ್ಷದವರೆಗಿನ ವಿಮೆಯನ್ನು ಬಡವನ ಮನೆಗೆ ಕೊಡುವಂಥ, ಮತ್ತು ಈ ದೇಶದಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯ ನಂತರ ಮೊದಲ ಬಾರಿಗೆ ಅರ್ಜಿ ಹಾಕದೆ, ಯಾವುದೇ ಅರ್ಜಿಗಳಿಲ್ಲದೆ ನೇರ ಬಡವನ ಮನೆ ಬಾಗಿಲಿಗೆ ಪತ್ರವನ್ನು ಬರೆದು ನಿನ್ನ ಜೊತೆ ನಾನಿದ್ದೇನೆ ಅಂತ ತಿಳಿಸಿರುವಂಥ ಯೋಜನೆ ಇದ್ದರೆ ಅದು ಆಯುಷ್ಮಾನ್ ಭಾರತ್. ಇದನ್ನು ಕಲ್ಪಿಸುವಂತಹ ಕೆಲಸ ಆಯಿತು. 3ನೇದು ದೀನ್ ದಯಾಳ್ ವಿದ್ಯುದೀಕರಣ ಯೋಜನೆ ಮುಖಾಂತರ ಬಡವರ ಮನೆ ಬಾಗಿಲಿಗೆ ಕರೆಂಟ್ಗಳನ್ನು ಕೊಡುವಂಥದ್ದಾಯಿತು. ಸ್ವಚ್ಛ ಭಾರತದ ಅಡಿಯಲ್ಲಿ ಶೌಚಾಲಯಗಳ ನಿರ್ಮಾಣ ಆಯಿತು. ಪ್ರಧಾನಮಂತ್ರಿ ಆವಾಸ್ ಯೋಜನೆ ಅಡಿಯಲ್ಲಿ ಮನೆಗಳ ನಿರ್ಮಾಣ ಬಡವರಿಗಾಯಿತು. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പത്മേഷ് അധ്യക്ഷത വഹിച്ചു. ഷാഫി തെരുവത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കലാശക്കൊട്ടിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഇത്തവണ 3 പ്രമുഖ മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുന്നത് കാസർഗോഡ് നഗരത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 1.5 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 3 മുന്നണികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചരണ പരിപാടികളാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നത്. അവശേഷിക്കുന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിട്ടുപോയ വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. കൂടാതെ കലാശക്കൊട്ട് ആവേശമാക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് മുന്നണികൾ. ഇത്തവണ 3 പ്രമുഖ മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുന്നത് കാസർഗോഡ് നഗരത്തിലാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പോലീസ് അധികാരികളുടെയും യോഗത്തിൽ കലാശക്കൊട്ടിനായുള്ള നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശികമായി സ്റ്റേഷൻ പരിധിയിൽ മറ്റെവിടെയും പ്രകടനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. പ്രകടനങ്ങളിൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വലിയ കൊടികൾ, തോരണങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. LDFന്റെ കലാശക്കൊട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് UDFന്റെ കലാശക്കൊട്ട് നടക്കുക. NDAയുടെ കലാശക്കൊട്ട് റോഡ് ഷോയോടുകൂടി കാസർഗോഡ് കടപ്പുറത്ത് നിന്നും കറന്തക്കാട് വരെ നടക്കും. പരിപാടിയിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. ജില്ലയിലെ സിവിൽ സർവീസ് റാങ്ക് ജേതാക്കൾക്ക് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്ററിന്റെ അനുമോദനം. കാസർഗോഡ് സിറ്റി ടവർ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കാലം പോകുന്തോറും മനുഷ്യൻ മോശമായിക്കൊണ്ടിരിക്കും. ഇന്നസെൻസ് ആണ് എപ്പോഴും നമുക്ക് സ്വീകാര്യം. ഇപ്പോൾ they are innocent. അപ്പോൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ let them not lose their innocence so that people will love them, people will rely upon them. These few words like congratulate them for this marvelous achievement. ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ദൈവം നമ്മളെ സഹായിക്കും.
സിവിൽ സർവീസ് പരീക്ഷയിൽ 49-ാം റാങ്ക് നേടിയ ബദിയടുക്കയിലെ രഞ്ജിന മേരി വർഗീസ്, 210-ാം റാങ്ക് നേടിയ രാവണീശ്വരത്തെ നിതിൻ രാജ് എന്നിവരെയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. കാസർഗോഡ് ചെയർമാൻ KS അൻവർ സാദത്ത് അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനോദ് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. സിവിൽ സർവീസ് കടമ്പ കടക്കുന്നതിനെക്കുറിച്ച് റാങ്ക് ജേതാക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന് കാസർഗോഡിൽ ഇനിയും കുറെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. കാരണം ഐ തിങ്ക് ബിസിനസ് ഇസ് സംതിങ് വിച്ച് മേക്സ് ദ മോസ്റ്റ് ചേഞ്ചസ് ഇൻ ദ വേൾഡ്. നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും ഒരു ജിയോ കൊണ്ടുവന്ന ഒരു ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി എല്ലാവർക്കും റീച്ച് അതിന്റെ ആ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് ബിസിനസ്സിനാണ്. ഐ ബിലീവ് ദാറ്റ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഡസ് ലോട്ട് ടു കാസർഗോഡ് ഡിസ്ട്രിക്ട്. നമുക്കെന്നും നമ്മുടെ കുറവുകളെ പറ്റി, നമ്മുടെ പരിമിതികളെ പറ്റി ഒരുപാട് പരാതികൾ ഉണ്ടാവും. പക്ഷേ മറ്റൊരാളുടെ കുറവുകൾ കാണുന്ന സമയത്ത്, അവന്റെ ജീവിതം തിരിച്ചറിയുന്ന സമയത്ത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരായിരിക്കും എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഒരുപക്ഷെ ആ പരിമിതികളെയൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്തായി, ഏറ്റവും വലിയ നമ്മുടെ പ്ലസ് പോയിന്റായി മാറ്റി നിർത്താവണം നമ്മുടെ വിജയം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലയുടെ ഉണർവിന്റെ പ്രതീകമായാണ് രഞ്ജിന മേരി വർഗീസിന്റെയും നിതിൻ രാജിന്റെയും റാങ്ക് നേട്ടത്തെ പൊതുസമൂഹം കാണുന്നത്. തുടരെയുള്ള വർഷങ്ങളിൽ സിവിൽ സർവീസ് പരീക്ഷ പോലെ വെല്ലുവിളി നിറഞ്ഞ മത്സര പരീക്ഷകളിൽ ജില്ലയിലെ വിദ്യാർത്ഥികൾ നേട്ടം കൊയ്യുന്നത് വളർന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നതെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. കാനക്കോട് ബന്തുകുടി തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന്റെ ഭാഗമായി കൂവം അളക്കൽ ചടങ്ങ് നടത്തി. ചടങ്ങുകൾക്ക് തറവാട് കാരണവർ K നാരായണൻ കാർമ്മികത്വം വഹിച്ചു. കുണ്ടംകുഴി മഹാലിംഗേശ്വര ക്ഷേത്രം, അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം, മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം, മുജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രം, കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രം, പനയാൽ കോട്ടപ്പാറ തറവാട് എന്നിവിടങ്ങളിലേക്ക് നിവേദ്യ സമർപ്പണത്തിന് 21 ഇടങ്ങഴി വീതവും, കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം, ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രം തുടങ്ങിയ സമീപ ക്ഷേത്രങ്ങളിലേക്ക് 11 ഇടങ്ങഴി വീതവും നെല്ല് അളന്നു. തറവാട് കാരണവർ K നാരായണൻ കാർമ്മികത്വം വഹിച്ചു. തെയ്യത്തിന് അടയാളം കൊടുക്കൽ, കൈവീത് ചടങ്ങുകളും നടന്നു. 27 മുതൽ 30 വരെയാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവം. 30 വൈകിട്ട് 4 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, ചൂട്ടൊപ്പിക്കൽ എന്നിവ നടക്കും. 29 രാത്രി 9 കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും ബപ്പിടൽ ചടങ്ങും. ന്യൂസ് ഡെസ്ക് KCN. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് INTUC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KV ദാമോദരൻ, ട്രഷറർ ഉമേഷ് അണങ്കൂർ, അബൂബക്കർ തുരുത്തി, ഹരീന്ദ്രൻ ഇറക്കോടൻ, CG ടോണി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രകടനത്തിന്റെ സമാപനം കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാപന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹരീന്ദ്രൻ ഈറക്കോടൻ അധ്യക്ഷത വഹിച്ചു. KV ദാമോദരൻ, അബൂബക്കർ തുരുത്തി, ഉമേഷ് അണങ്കൂർ, CG ടോണി, PK ഉപേന്ദ്രൻ ആചാരി, കുഞ്ഞികൃഷ്ണൻ, അശോകൻ, സുനിൽ എൻ, PK വിജയൻ, ജഗദീഷ K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് കേരള പ്രവാസി സംഘം നേതാക്കൾ. പ്രവാസി ക്ഷേമത്തിനായി LDF സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പിന്തുണ നൽകുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസിയുടെ ഭൗതിക ശരീരം എംബാം ചെയ്ത് വീട്ടിലെത്തിച്ചാൽ ആ എംബാം ചെയ്ത് വീട്ടിലെത്തിക്കുന്ന ഭൗതിക ശരീരത്തിൻ്റെ ചെലവ് വഹിക്കാൻ അന്ന് VS ഗവൺമെൻറ് തൊട്ട് ഇന്ന് പിണറായി ഗവൺമെൻറ് വരെ ആ കാരുണ്യം പദ്ധതി തുടരുമ്പോഴും അതിനിടയിൽ വന്നു വിട്ടുപോയിട്ടുള്ള ഗവൺമെൻറ്റുകൾ എന്ത് നിലപാടാണ് പ്രവാസികളോട് സ്വീകരിക്കപ്പെട്ടത്? അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രവാസമം
20 മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ കാസർഗോഡ് പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കപ്പെടുന്ന പ്രവാസി സംഘത്തിൻ്റെയും ഉത്തമ സുഹൃത്തും അതിൻ്റെ രക്ഷകർത്താവും സന്തത സഹചാരിയുമായിട്ടുള്ള സഖാവ് സതീഷ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പന്നമായ ചുറ്റിക-അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് പ്രവാസി സമൂഹത്തോട് കേരള പ്രവാസി സംഘം അഭ്യർത്ഥിക്കുന്നു. യാഫ തായിലങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ യാഫ പ്രീമിയർ ലീഗ് സീസൺ 3 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ക്രിക്കറ്റ് ലീഗിൽ യാഫ ലയൺസ് ചാമ്പ്യന്മാരായി. സീനിയർ വിഭാഗത്തിൽ യാഫ സീനിയർ 3 ടീമാണ് ചാമ്പ്യന്മാർ. ആവേശത്തിനിളക്കി നടന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുവാൻ നിരവധി കായിക പ്രേമികളാണ് എത്തിയത്. 2 ദിവസങ്ങളിലായി തായിലങ്ങാടിയിൽ നടന്ന യാഫ പ്രീമിയർ ലീഗ് 3 ക്രിക്കറ്റ് ടൂർണമെന്റിൽ യാഫ ലയൺസും സീനിയർ വിഭാഗത്തിൽ യാഫ സീനിയേഴ്സ് 3 ചാമ്പ്യന്മാരായി. യാഫ സൂപ്പർ കിങ്സ്, യാഫ ഹിറ്റേഴ്സ്, യാഫ ലയൺസ്, യാഫ ബ്ലാസ്റ്റ്, യാഫ ഈഗിൾഡ്, യാഫ ആർമി എന്നീ 6 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ റിയാസ് കെ.ബി ക്യാപ്റ്റനായ യാഫ ലയൺസ് ആണ് ചാമ്പ്യന്മാരായത്. ഹമീദ് ക്യാപ്റ്റനായ യാഫ ബ്ലാസ്റ്റ് ആണ് റണ്ണേഴ്സ് അപ്പ്. ലയൺസിലെ താരം അനു മാൻ ഓഫ് ദി സീരീസായി. സീനിയർ വിഭാഗത്തിൽ സലാം കുന്നിലിന്റെ നേതൃത്വത്തിലുള്ള സീനിയർ 3 ചാമ്പ്യന്മാരായി. നാസർ കൊച്ചിയുടെ നേതൃത്വത്തിലുള്ള സീനിയേഴ്സ് 4 ആണ് റണ്ണേഴ്സ് അപ്പ്. സഹീർ യു2, അസീസ് എ, ഷംസുദ്ദീൻ വായിക്കര, ബഷീർ എ, ഹനീഫ് എം, ഹമീദ് CP എന്നിവർ ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. യാഫ പ്രീമിയർ ലീഗ് 3 സംഘാടക സമിതി ചെയർമാൻ KM ഹാരിസ്, വൈസ് ചെയർമാൻമാരായ നിയാസ് സോല, ഗഫൂർ മാളിക, കൺവീനർ റിയാസ് KB, ജോയിന്റ് കൺവീനർമാരായ സാഹു, ജാഫർ കമാൽ, ട്രഷറർ ഷിഹാബ്, യാഫ തായിലങ്ങാടി പ്രസിഡന്റ് അബ്ദുള്ള ഫിർദൌസ് കൊച്ചി, സെക്രട്ടറി നൌഷാദ് ബായിക്കര എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മഞ്ചേശ്വരം ഉദ്യാവരം റഫ ഹാളിന് സമീപത്ത് താമസിക്കുന്ന പുഷ്പാകര എന്നയാളുടെ ഓട്ടോറിക്ഷയാണ് കേടുപാടുകൾ വരുത്തി നശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുഷ്പാകര രാവിലെ നോക്കുമ്പോൾ പുറത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കേടുപാടുകൾ വരുത്തി നശിപ്പിച്ച നിലയിൽ കാണുകയായിരുന്നു. സീറ്റുകൾ കീറുകയും കല്ലുകൊണ്ട് വരഞ്ഞ നിലയിലുമാണ് ഓട്ടോയുള്ളത്. കൂടാതെ ഓട്ടോറിക്ഷയുടെ ഉൾഭാഗം പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പുഷ്പാകര നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് KCN. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരത്ത് റോഡ് ഷോ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരള കർണാടകയുടെ അതിർത്തി പ്രദേശമായ തുമിനാട് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. കുഞ്ചത്തൂർ, മഞ്ചേശ്വരം, പൊസോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്നുപോയ റോഡ് ഷോ ഹൊസങ്കടിയിൽ സമാപിച്ചു. റോഡ് ഷോയിൽ കാറുകളിലും ജീപ്പുകളിലും ഇരുചക്ര വാഹനങ്ങളിലുമായി നിരവധി പ്രവർത്തകർ അണിനിരന്നു. UDFന്റെ മഞ്ചേശ്വരം മണ്ഡലം നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്യാവരം 1000 ജമാഅത്തിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. ന്യൂസ് ഡെസ്ക് KCN. KP സതീഷ് ചന്ദ്രന്റെ ചരിത്ര വിജയം വിളംബരം ചെയ്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ വനിതാ റോഡ് ഷോ സംഘടിപ്പിച്ചു. 1000-ലധികം സ്ത്രീകൾ അണിനിരന്ന റോഡ് ഷോ ഏറെ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരത്തെ ആവേശത്തേരിലേറ്റി 1000-ലധികം സ്ത്രീകളെ അണിനിരത്തി റോഡ് ഷോ സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ചരിത്ര വിജയം വിളംബരം ചെയ്തുകൊണ്ടാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. കേരളീയ വേഷം ധരിച്ചും അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ടീഷർട്ടും തൊപ്പികളും അണിഞ്ഞ പ്ലക്കാർഡുകളുമേന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുതിയകോട്ട കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ ആരംഭിച്ചത്. പാതയോരങ്ങളിൽ റോഡ് ഷോ കാണാനായി 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. പ്രവചനങ്ങൾക്കും സർവേകൾക്കും അപ്പുറം നാടിന്റെ ഉൾത്തുടിപ്പുകൾ അറിയുന്ന വനിതകളുടെ റോഡ് ഷോ എതിർ ക്യാമ്പുകളെ അമ്പരിപ്പിച്ച സ്ത്രീ മുന്നേറ്റമായി മാറി. നോർത്ത് കോട്ടച്ചേരിയിലാണ് റോഡ് ഷോ സമാപിച്ചത്. ഇടതുപക്ഷ വനിതാ സംഘടനാ നേതാക്കളായ M. ലക്ഷ്മി, P. ബേബി,
വി പ്രസന്നകുമാരി, സുനു ഗംഗാധരൻ, ടി പി ശാന്ത, സി ജാനകിക്കുട്ടി, സൗമ്യ വേണുഗോപാൽ, പി ശാന്തകുമാരി എന്നിവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായും കളക്ടർ. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതെന്ന് മംഗലാപുരം MP നളിൻ കുമാർ കട്ടീൽ. ഭാരതം ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് മോദിയുടെ ഭരണപാടവം കൊണ്ടാണെന്നും നളിൻ കുമാർ കട്ടീൽ. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കലാശക്കൊട്ടിനുള്ള ഒരുക്കത്തിൽ മുന്നണികൾ. 3 പ്രമുഖ മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുന്നത് കാസർഗോഡ് നഗരത്തിൽ. സിവിൽ സർവീസ് റാങ്ക് ജേതാക്കൾക്ക് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്ററിന്റെ അനുമോദനം. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. KP സതീഷ് ചന്ദ്രന്റെ ചരിത്ര വിജയം വിളംബരം ചെയ്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ വനിതാ റോഡ് ഷോ സംഘടിപ്പിച്ചു. 1000-ലധികം സ്ത്രീകൾ അണിനിരന്നു. മഞ്ചേശ്വരത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഉദ്യാവരം റഫ ഹാളിന് സമീപത്ത് താമസിക്കുന്ന പുഷ്പാകരയുടെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. മഞ്ചേശ്വരത്ത് റോഡ് ഷോ നടത്തി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.